മുഖ്യമന്ത്രിയായ ശേഷം വി.ഡി. സതീശൻ ചെയ്ത ഏറ്റവും പ്രശംസനീയമായ കാര്യം VVIP സംസ്കാരം അവസാനിപ്പിച്ചു എന്നതാണ്. അധികാരമേറ്റയുടനെ തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്നും തന്റെ യാത്രയ്ക്കായി റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അത് അദ്ദേഹം ഇപ്പോഴും പാലിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു പൈലറ്റും എസ്കോർട്ടും മാത്രമാണ് സുരക്ഷയ്ക്കുള്ളത്. മുഖ്യമന്ത്രി എവിടെ സന്ദർശനം നടത്തിയാലും VVIP പരിഗണനയ്ക്കായി ശ്രമിക്കാറില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു സാധാരണക്കാരനായ ആളുകൾക്കൊപ്പം നിന്ന് ദർശനം നടത്തുന്നത് നാം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രിയുടെ നിലപാടുകളും ഇപ്പോൾ കയ്യടി നേടുകയാണ്. സലീം കുമാറിന് യാത്രാമൊഴി നൽകാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. മുഖ്യമന്ത്രിയും അക്കൂട്ടത്തിൽ ഒരാളായി മാറി. സലീം കുമാറുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള നേതാവാണ് സതീശൻ. ആത്മമിത്രമെന്നാണ് സതീശൻ ഇന്നലെ വിശേഷിപ്പിച്ചത്. സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ മുഖ്യമന്ത്രി തന്റെ പരിവാരങ്ങളെയോ പോലീസ് സേനയെയോ ഒന്നും അങ്ങോട്ട് അടുപ്പിച്ചില്ല. VVIPക്കുള്ള സുരക്ഷയോ സൗകര്യങ്ങളോ വിനിയോഗിച്ച് ആ തിരക്കിൽ ആളാകാനും ശ്രമിച്ചില്ല. പകരം ജനക്കൂട്ടത്തിൽ ഒരാളായി നിന്ന് ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങി. മാത്രവുമല്ല, അവിടെ തിക്കിത്തിരക്കിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം താക്കീത് നൽകി മാറ്റി നിർത്തുന്നതും നാം കണ്ടു. സതീശന്റെ ഈ നിലപാടിനെ പിന്തുണച്ചും പുകഴ്ത്തിയും രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതാവ് കൂടിയായ സംവിധായകൻ മേജർ രവി. ഇങ്ങനെയാകണം മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ അദ്ദേഹം തുടരണമെന്നും മേജർ രവി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒപ്പം മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടുകളെ വിമർശിക്കുകയും ചെയ്യുന്നു. തിരക്കിനിടയിലും പിണറായി തന്റെ സുരക്ഷയ്ക്കാണ് പരിഗണന കൊടുത്തിട്ടുള്ളതെന്ന് മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി മേജർ രവി പറയുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം. അവിടെയാണ് നമ്മൾ കാണുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഡിഫറൻസ് ആണ്. ഒന്ന് കാരണബോധം എന്നുള്ള പാട്ടും പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഞാനാണ് വലുതെന്നുള്ളത്. ഇപ്പുറത്ത് ഒരു വണ്ടിയും കൊണ്ടിട്ടാണ് കയറി ചെന്നിരിക്കുന്നത്. ഇന്നസെന്റ് ആയിട്ട് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനും എല്ലാം കൂടെ ആ ഇടവഴിയിൽ കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പൊങ്ങച്ചം കാണിക്കലുമാണ്. മറ്റുള്ളവനെ വോട്ട് ചെയ്തിട്ട് നിങ്ങളെ അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ സെർവൻ്റാണ്. അതാണ് VD സതീശൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു ബിഹേവിയർ പാറ്റേൺ. അതുപോലെ തന്നെ കയറി ചെന്ന വഴിക്ക് ഷവറിട്ടു മാറ്റിയിടാൻ പറഞ്ഞു. ഒരു മരണം നടന്ന സ്ഥലത്തേക്ക് പോകുന്നപ്പോൾ അവിടെയല്ല പാർട്ടി ഇത് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Very good.